പനീർ ടിക്ക മസാലയാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത്. ഇന്നലെ ഞാൻ വീറ്റ് കുൽച്ചയുടെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് പനീർ ടിക്ക മസാല ഉണ്ടാക്കിയത്. അപ്പോൾ ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് അതിൻ്റെ വീഡിയോ ചെയ്യാമെന്ന്. അപ്പോൾ അങ്ങനെ ഇന്ന് ഏതായാലും ആ വീഡിയോ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. നമുക്ക് കുൽച്ചയുടെയും ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ് ഈ പനീർ ടിക്ക മസാല. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല റിച്ച് ഗ്രേവിയോട് കൂടിയിട്ടുള്ളൊരു കറിയാണ്. ഏകദേശം പനീർ ബട്ടർ മസാല പോലെയൊക്കെ തന്നെയാണ്, ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം ഈ പനീർ ടിക്ക മസാല എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. പനീർ ടിക്ക മസാല ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 200 ഗ്രാം പനീറാണ്. ഇത് ഞാൻ പുറത്തുനിന്ന് വാങ്ങിച്ച പനീറാണ്. ഹോം മെയ്ഡ് പനീർ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ആവശ്യമുള്ളവർക്ക് അത് നോക്കിയിട്ട് പനീർ ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ നമുക്കിനി പനീറിന് വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ആദ്യം തന്നെ 1/4 കപ്പ് തൈരാണ് എടുക്കുന്നത്. ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർക്കാം. 1/4 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ വരെ ഉപ്പ് ചേർക്കാം. 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തു വെച്ച പനീർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പനീർ മുഴുവനും ഇതിലേക്ക് ചേർത്തതിന് ശേഷം ഈ മസാലയിലേക്ക് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഈ പനീർ ഞാൻ മറ്റൊരു ബൗളിലേക്ക് മാറ്റുകയാണ്. പിന്നെ ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയി, പനീർ എടുക്കുന്ന സമയത്ത് നമ്മൾ ഫ്രീസറിലാണ് വെച്ചിരിക്കുന്നതെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിലും വെള്ളത്തിലിട്ട് അതിൻ്റെ ഐസ് മുഴുവൻ കളഞ്ഞിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ പനീർ ഞാനൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് നമുക്കിവിടെ അടച്ചു വെക്കാം. ഞാനിവിടെ ഒരു ചെറിയ ക്യാപ്സിക്കവും ഒരു സവാളയും ക്യൂബ്സായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ബാക്കിയുള്ള മസാലയിലേക്ക് ചേർത്തിട്ട് ഇതിലും ഈ മസാല നന്നായിട്ടൊന്ന് പിടിപ്പിച്ചെടുക്കാം. ഇത് നിർബന്ധമൊന്നുമില്ല കേട്ടോ. വെജിറ്റബിൾസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇത് ചെയ്താൽ മതി. ഇതൊട്ടും നിർബന്ധമുള്ള കാര്യമല്ല. വെജിറ്റബിൾസ് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർക്കുക. സവാളയിലും ക്യാപ്സിക്കത്തിലും നന്നായിട്ട് മസാല പുരട്ടിയിട്ടുണ്ട്. ഇത് നമുക്കിവിടെ അടച്ചു വെക്കാം. ഇനി നമ്മൾ മസാല പുരട്ടി പനീറും ഈ വെജിറ്റബിൾസും ഒരു 15 മിനിറ്റെങ്കിലും ഇതുപോലെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് നല്ലതാണ്. മസാലയൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ചോളും. ആ സമയം കൊണ്ട് നമുക്ക് ഗ്രേവിയുടെ സാധനങ്ങളൊക്കെ റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വരെ ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ അല്ലെങ്കിൽ ഓയിൽ ചേർത്താലും മതി. ബട്ടർ നന്നായിട്ടൊന്ന് മെൽറ്റായി വരണം. ബട്ടർ നന്നായിട്ട് മെൽറ്റായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു സവാള പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള നല്ല സോഫ്റ്റായിട്ട് ഇതിൻ്റെ കളർ ചെറുതായിട്ടൊന്ന് മാറി വരുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റുക. സവാള നന്നായിട്ട് വഴറ്റി ഇതിൻ്റെ കളറൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. 2 മീഡിയം സൈസിലുള്ള തക്കാളിയാണ്. ഇതിലേക്ക് ഒരു 15 കശുവണ്ടിയും കൂടി ചേർക്കാം. എന്നിട്ട് ഇത് മൂന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. തക്കാളിയും കശുവണ്ടിയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കിവിടെ അടച്ചു വെക്കാം. അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇത് നന്നായിട്ട് വേവിക്കുക. തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞ് വരണം. അതിന് വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ് നമുക്കിത് വേവിക്കാം. 10 മിനിറ്റിന് ശേഷം നമുക്ക് ഈ പാത്രം ഒന്ന് തുറന്ന് നോക്കാം. തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് നമുക്ക് സ്പൂൺ വെച്ചിട്ടൊന്ന് നന്നായിട്ട് ഉടച്ചു കൊടുക്കാം. തക്കാളിയൊക്കെ നന്നായിട്ട് ഉടച്ചതിന് ശേഷം നമുക്കിതിലേക്കൊരു 1 ടീസ്പൂൺ വരെ മുളക് പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടി ചേർക്കാം. ഒരല്പം ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ വരെ ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ഗ്രേവിക്ക് വേണ്ടിയിട്ടുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കിനി അടുപ്പത്തുനിന്ന് മാറ്റാം. എന്നിട്ട് കുറച്ചൊന്ന് തണുത്തതിന് ശേഷം ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി പാനിലേക്ക് ഒരു 1/4 കപ്പ് വരെ വെള്ളം ചേർത്തിട്ട് അതും ഈ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, നല്ല പേസ്റ്റ് പോലെ ഇതുപോലെ അരച്ചെടുക്കണം. ഇതിവിടെ മാറ്റി വെക്കാം.
നമ്മൾ പനീറിലും വെജിറ്റബിൾസിലൊക്കെ മസാല പുരട്ടി വെച്ചിട്ട് ഏകദേശം 15 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഒരു പാനിലേക്ക് ഏകദേശം 2 ടീസ്പൂൺ വരെ എണ്ണ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ മസാല പുരട്ടി വെച്ച് പനീർ ആദ്യം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പനീർ ഫ്രൈ ചെയ്യുന്ന സമയത്ത് നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഫ്രൈ ചെയ്യാം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് കൂടുതൽ സമയമെടുത്ത് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ പനീർ വല്ലാണ്ട് ഹാർഡായി പോകും. അതുകൊണ്ട് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വളരെ പെട്ടെന്ന് വളരെ ചെറിയ സമയം കൊണ്ട് തന്നെ ഈ പനീർ ഫ്രൈ ചെയ്തെടുക്കണം. നമ്മൾ പാനിലേക്ക് ഇട്ടിട്ട് ഒരു 30 സെക്കൻഡൊക്കെ ആകുമ്പോഴേക്കന്നെ ഇതിങ്ങനെ തിരിച്ചിട്ട് കൊടുക്കാൻ തുടങ്ങണം. ഇതുപോലെ മുഴുവൻ പനീറും തിരിച്ചിട്ട് കൊടുക്കുക. അതുപോലെ ഫ്ലെയിം കുറക്കാനേ പാടില്ല. നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇത് ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇത് അടുപ്പത്തു നിന്ന് മാറ്റാൻ സാധിക്കും. അതല്ലെങ്കിൽ നമ്മളിത് കുറേ സമയം ചെറിയ തീയിലൊക്കെ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ പനീർ കഴിക്കാൻ ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല. അത് വല്ലാതെ ഹാർഡായി പോവുകയും ചെയ്യും. പനീർ മുഴുവനും തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം മറ്റേ വശവും ഒരു 20 സെക്കൻഡോ മറ്റോ മാത്രം ഫ്രൈ ചെയ്തെടുക്കുക. അതിനുശേഷം ഈ പനീർ നമുക്ക് സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതുപോലെ കുറച്ച് സമയം ഒന്ന് ഇളക്കി എല്ലാ ഭാഗവും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അര മിനിറ്റ് വരെ ഇതുപോലെ ഇളക്കി ഫ്രൈ ചെയ്തതിന് ശേഷം നമുക്ക് ഈ പനീർ അടുപ്പത്തു നിന്ന് മാറ്റിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ പനീർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ മസാല പുരട്ടി വെജിറ്റബിൾസ് ഫ്രൈ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഒരു 2 ടീസ്പൂൺ വരെ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വെജിറ്റബിൾസ് ചേർത്തിട്ട് ഇതും പനീർ ചെയ്തതുപോലെ തന്നെ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വളരെ ചെറിയ സമയം കൊണ്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഇതുപോലെ ഇളക്കി ഫ്രൈ ചെയ്യാം. ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഏകദേശം 1-1.5 മിനിറ്റ് സമയം കൊണ്ട് തന്നെ വെജിറ്റബിൾസ് റെഡിയാവും. നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്യുകയാണെങ്കിൽ. അതിനുശേഷം ഈ വെജിറ്റബിൾസ് നമുക്ക് ഈ പനീറിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം. നമ്മുടെ പനീറും വെജിറ്റബിൾസും ഇവിടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഒരല്പം വലിയ പാത്രം ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഈ പാത്രത്തിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്കൊരു 1.5 ടേബിൾ സ്പൂൺ വരെ ബട്ടറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബട്ടർ മെൽറ്റായി കഴിയുമ്പോൾ ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ കളറ് ചെറുതായിട്ടൊന്ന് മാറി വരുന്നത് വരെ വഴറ്റുക. നന്നായിട്ട് വഴറ്റി നല്ലൊരു മണം വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഗ്രേവി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മിക്സിയിൽ അരച്ച് വെച്ച ഗ്രേവി മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് ഇതിലേക്കൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഈ മിക്സിയുടെ ജാറിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ചേർത്തിട്ട് അത് ഈ ഗ്രേവിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിവിടെ തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പ് ചെക്ക് ചെയ്തിട്ട് ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ കുറച്ച് ചേർത്തിട്ടുണ്ട്. അതുപോലെ 2 ടീസ്പൂൺ പഞ്ചസാര കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. പഞ്ചസാരയും കൂടി ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യാം. ഗ്രേവി ഇവിടെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിവിടെ അടച്ചു വെക്കാം. എന്നിട്ട് ഗ്രേവി ഒന്ന് നന്നായിട്ട് വെന്ത് നല്ല തിക്കായിട്ട് മാറുന്നത് വരെ നമുക്ക് വേവിച്ചെടുക്കാം. നല്ല തിക്കായിട്ട് മാറിക്കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച പനീറും വെജിറ്റബിൾസും ഒക്കെ ഇതിൽ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഗ്രേവി നല്ല തിക്കായി മാറുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരു 5-8 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഗ്രേവി ഇപ്പോൾ നല്ല തിക്കായിട്ട് മാറിയിട്ടുണ്ട്. നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഞാൻ ഇതിൻ്റെ ഇടയിൽ ഒരു പ്രാവശ്യം മൂടി തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു, അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിപ്പോൾ ഗ്രേവി നല്ല തിക്കായി മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വരെ കസൂരി മെത്തി നന്നായിട്ട് പൊടിച്ചതിന് ശേഷം ചേർത്ത് കൊടുക്കുക. കൈവെള്ളയിൽ വെച്ച് നന്നായിട്ട് പൊടിച്ചിട്ട് 1 ടീസ്പൂൺ കസൂരി മെത്തി ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച പനീറും ക്യാപ്സിക്കവും സവാളയും കൂടെ ഇതിലേക്ക് ചേർക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരല്പം മല്ലിയില കൂടി ചേർക്കാം. എന്നിട്ട് അതും കൂടി ഇതിലേക്ക് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീമാണ് ഞാൻ ചേർക്കുന്നത്. ഫ്രഷ് ക്രീമിന് പകരം വിപ്പിംഗ് ക്രീമോ അല്ലെങ്കിൽ തിക്ക് ക്രീമോ അതൊക്കെ ചേർക്കാവുന്നതാണ്. ഇപ്പോൾ ഫ്രഷ് ക്രീമാണ് കയ്യിലുള്ളതെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. ഞാൻ 2 ടേബിൾ സ്പൂൺ വരെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ ക്രീം ഇതിൽ നിർബന്ധമൊന്നുമില്ല, അല്ലാതെ തന്നെ നല്ല റിച്ച് ആയിട്ടുള്ള ഗ്രേവിയാണ് കശുവണ്ടിയൊക്കെ ചേർത്തതുകൊണ്ട്. ക്രീം കയ്യിലുണ്ടെങ്കിൽ ചേർക്കുക, ഇല്ലെങ്കിൽ ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി അഥവാ നിങ്ങൾക്ക് ക്രീം ഇല്ല എങ്കിൽ പാല് ചേർത്താലും മതിയാവും. ഒരു 2-3 ടേബിൾ സ്പൂൺ പാല് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താലും മതിയാവും. അപ്പോൾ ക്രീം ചേർത്തിട്ട് ഞാൻ ഈ കറി നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ പനീർ ടിക്ക മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അടുപ്പത്തുനിന്ന് മാറ്റാം.
അങ്ങനെ നമ്മുടെ നല്ല ടേസ്റ്റി പനീർ ടിക്ക മസാല ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇത് നമുക്ക് പൊറോട്ട, കുൽച്ചാൻ, ചപ്പാത്തി, നാൻ എന്തിൻ്റെയൊക്കെ കൂടെ നല്ല കോമ്പിനേഷനാണ്. ഞാൻ ഇതിന് മുന്നേ ചിക്കൻ ടിക്ക മസാല ഇട്ടിട്ടുണ്ടായിരുന്നു വളരെ മുന്നേ. ഞാൻ അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, ആവശ്യമുള്ളവർക്ക് നോക്കാം. അപ്പോൾ അതും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത്. നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്